Good morning, students. Plus 1 Mathematics on chapter sets in the ആറാമത്തെ പാർട്ട് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടുകളിലായിട്ട് ഞാൻ യൂണിയനും ഇൻ്റർസെക്ഷനും ഒക്കെ പറഞ്ഞു. അതും ഇവിടെ ആവശ്യമുണ്ട്, നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയൊക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ കോംപ്ലിമെൻ്റ് എന്താണെന്ന് പറയാൻ വേണ്ടി ഒന്ന് രണ്ട് എക്സാമ്പിൾ എടുക്കുകയാണ്. കൺസിഡർ സെറ്റ്സ് യു ഈസ് ഈക്വൽ ടു സെറ്റ് 1 മുതൽ 12 വരെയാണ്. അതിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുകയാണ് 2, 4, 6, 8. ഞാനിവിടെ എഴുതാൻ പോകുന്നത് എയിലില്ലാത്ത യുയിലെ എലമെൻറ്റ്സ്. എയിലില്ലാത്ത യുയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് പറയാം. 1, 3, 5, 7, 8, 9, 10, 11, 12 എന്ന് പറയാൻ പറ്റും അല്ലേ. ഞാൻ അങ്ങനെ ഒരു സെറ്റ് കൺസിഡർ ചെയ്യാം. ഉണ്ടോ? റൈറ്റ് ദ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് യു വിച്ച് നോട്ട് ഇൻ എ എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം, ഡിഫറൻസ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ പറയാം. നമ്മൾ പറഞ്ഞ എയിലില്ലാത്ത യുയിലെ എലമെൻറ്റ്സ് U മൈനസ് എ എന്ന് പറയാം. അപ്പം ഞാൻ അങ്ങനെ ഒരു സെറ്റ് എഴുതുകയാണ്, U മൈനസ് എ. ഇതാണല്ലോ. അപ്പോൾ എന്താ ചെയ്ത് എയിലില്ലാത്ത യുയിലെ എലമെൻറ്റ്സ്, യു ആണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെറ്റ് എടുക്കുന്നു, അതിൽ ആ സെറ്റിലില്ലാത്ത യുയിലെ എലമെൻറ്റ്സിൻ്റെ സെറ്റ്, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലിമെൻറ്റ് ഓഫ് ദ സെറ്റ് എന്ന് പറയാം. കോംപ്ലിമെൻറ്റ് ഇത് പേര് പറയാൻ തന്നെ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. കണ്ടോ, അത് എ ആണെങ്കിൽ അതിനെ എ ഡാഷ് കൊണ്ട് അടിനോട്ടുന്നത്. എ മുകളിൽ വരയിടുന്നത് നമ്മൾ വായിക്കുന്നത് എ ഡാഷ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ എ ഡാഷ് എന്ന് പറയുമ്പോൾ യു മൈനസ് എ, യു അല്ലയോ, അതായത് യുയിലുള്ളതും എയിലില്ലാത്തതും അല്ലെങ്കിൽ യുയിലുള്ളതും എയിലില്ലാത്തതുമായ എലമെൻസിൻ്റെ സെറ്റാണ്. അല്ലെങ്കിൽ ഈ എയിലില്ലാത്ത യുയിലെ എലമെൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യു മൈനസ് ആയതുകൊണ്ട് നമുക്ക് ഡിഫറൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് പറയാൻ പറ്റും, ശരിയല്ലേ. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ പറയാം? സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് നമുക്ക് തന്നെ പറയാം. നമ്മൾ ഡിഫറൻസ് അറിയാവുന്നതുകൊണ്ട് നമുക്ക് പറയാം സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എവിടെ, യു ഇല്ലയോ, ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ എന്ന് പറയാം. അതിന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയാം. ഇപ്പോൾ കോംപ്ലിമെൻറ്റ് മനസ്സിലായല്ലോ. കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എ ഡാഷ് ഇസ് ഈക്വൽ ടു യു മൈനസ് എന്ന് പറയാം. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ എന്ന് പറയാം. നമുക്കത് ഡിഫറൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ വെണ്ടയിൽ നമുക്ക് അങ്ങനെ നോക്കാം. ഇത് യു എന്നെടുക്കാം, അതുപോലെ ഇത് എ എന്നെടുക്കാം. ഇത് ഞാൻ ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഇത് എ ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ എയിലില്ലാത്ത യുയിലെ എലമെൻസിൻ്റെ ഇതാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് ഇല്ലയോ. ഇത് യു ആകുമ്പോൾ എ ആകുമ്പോൾ ഈ എയിലില്ലാത്ത യുയിലെ എലമെൻറ്റ്സ് പറയുമ്പോൾ ഈ ബാക്കി വരുന്ന പാർട്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, എ ഡാഷ് എന്ന് പറയാം. ഇതാണ് അതിൻ്റെ വെണ്ടൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പം എന്താണ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ എലമെൻറ്റ്സ് ഇൻ യു വിച്ച് നോട്ട് ഇൻ എ എന്ന് പറഞ്ഞാൽ മതി. വളരെ എളുപ്പത്തിൽ പറയാം. അല്ലെങ്കിൽ യു മൈനസ് എ, എയിലില്ലാത്ത യുയിലെ എലമെൻറ്റ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ എഴുതാം നോക്കാം. കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്, ലെറ്റ് യു ബി ദ യൂണിവേഴ്സ് സെറ്റ് ആൻഡ് എ ബി എ സബ്സെറ്റ് ഓഫ് യു. The complement of A is the set of all elements of U which are not in A and it is denoted by A dash എന്നൊക്കെ പറയാം. That is A dash is equal to set of all x such that x belongs to U and x does not belongs to എന്ന് പറയാം. നേരത്തെ പറഞ്ഞ കാര്യം that is A dash is equal to U minus A എന്ന് പറയാം. അതിൻ്റെ വെൻ ഡയഗ്രം നമുക്ക് ഇങ്ങനെ പറയാം. ഇത് A ആണെങ്കിൽ ഇത് A dash ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു എക്സാമ്പിൾ കൊടുക്കുക. യു എഴുതുന്നു, അവിടെ നിന്നും ഒരു എ എഴുതുന്നു, അതിൻ്റെ ഫൈൻഡ് എ ഡാഷ് കണ്ടുപിടിക്കാൻ പറയാം. ഇതാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. യു ഇസ് ഈക്വൽ ടു സെറ്റ് 1 മുതൽ 12 വരെ, എ ഇസ് ഈക്വൽ ടു 2, 4, 6, 8, ബി ഇസ് ഈക്വൽ ടു 1, 3, 6, 8 എന്ന് പറയാം. ഇവിടെ നിന്ന് എ ഡാഷും ബി ഡാഷും നമുക്ക് എഴുതാൻ അറിയാമല്ലോ. എ ഡാഷ് എന്ന് പറയുമ്പോൾ എയിലില്ലാത്ത യുയിലെ എലമെൻറ്റ്സ്, ബി ഡാഷ് എന്ന് പറയുമ്പോൾ ബിയിലില്ലാത്ത യുയിലെ എലമെൻറ്റ്സ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ഇങ്ങനെ എഴുതാം. ഓക്കെ, ദെൻ ഇപ്പോൾ എ ഡാഷിൻ്റെയും എയുടെയും യൂണിയൻ എടുക്കുക. ഇതാണ് എ, ഇതാണ് എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇത് നോക്കുമ്പോൾ അറിയാം ഇവിടെ ഇത് രണ്ടുകൂടെ ചേരുന്നത് യു ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 1, 2, 3 മുതൽ 12 വരെ നമ്പേഴ്സ് തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റിസൾട്ട് എടുത്തില്ലയോ. എ യൂണിയൻ എ ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, യു എന്ന് പറയാം. അതുപോലെയാണ് അടുത്തത് പറയുന്നത്. എന്താണ് അടുത്തത് പറയുന്നത്? ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക. ഇൻ്റർസെക്ഷൻ പറയുമ്പോൾ എയിലും എ ഡാഷിനും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. നമുക്കറിയാം എയിലും എ ഡാഷും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫൈ എന്ന് കൊടുക്കാം.
അപ്പോൾ ഇതിനെ ലോ ഓഫ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്, കോംപ്ലിമെൻ്റ് ലോസ് എന്നാണ് പറയുന്നത്. നമുക്ക് പറയാം. അടുത്ത ഞാനിവിടെ വേറൊരു ലോ നോക്കുകയാണ്. ഇതിനു വേണ്ടി എ യൂണിയൻ ബി കണ്ടുപിടിക്കുന്നു. എ യൂണിയൻ ബി, ഇത് രണ്ടിൻ്റെ യൂണിയൻ കണ്ടുപിടിക്കും. നമുക്ക് നോക്കാം. 1 2 3 4 6 8 ആണ്, ശരിയല്ലയോ? ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, എ യൂണിയൻ ബിയിലില്ലാത്ത യുവിലെ എലമെൻറ്റ്സ്, എ യൂണിയൻ ബി ഇല്ലാത്ത യുവിലെ എലമെൻറ്റ്സ് 5 7 9 10 11 12 എന്ന് പറയാം. ഞാനത് എന്ത് ചെയ്തു? ശരിയില്ലയോ? ഇല്ലയോ? 5 7 9 10 11 12 എന്ന് പറയാം. അടുത്ത ഞാൻ കണ്ടുപിടിക്കുന്നത് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കണ്ടുപിടിക്കുന്നു. എ ഡാഷിൻ്റെയും ബി ഡാഷിൻ്റെയും ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുന്നു. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. 5 ഉണ്ട്, 7 9 10 11 12 എന്ന് പറയാൻ പറ്റും. ശരിയില്ലയോ? 1ഉം 3ഉം വരത്തില്ല, ബാക്കിയെല്ലാം ഇതിനകത്ത് ഇവിടെ 2ഉം 4ഉം വരത്തില്ല, ബാക്കിയെല്ലാം കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പം എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ എ യൂണിയൻ ബി ദ ഹോൾ ഡാഷും എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷും ഇത് രണ്ട് സെയിം ആണല്ലോ. അപ്പോൾ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുമ്പോൾ 6 8 ആണ്. നമുക്കറിയാം ഇത് രണ്ടിൻ്റെയും കോമൺ ആയിട്ട്, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് 6 8 ആണ്. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്തില്ലാത്ത, എ ഇൻ്റർസെക്ഷൻ ബിയിലില്ലാത്ത ഇവിടുത്തെ എലമെൻറ്റ്സ്, യുയിലെ എലമെൻറ്റ്സ് ഇതാണ്. എ ഡാഷ് ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബിയിലില്ലാത്ത യുയിലെ എലമെൻറ്റ്സ്, അത് ഇത്രയുമാണ് കിട്ടുന്നത്. ശരിയില്ലയോ? ഇനി ഞാൻ കണ്ടുപിടിക്കുന്ന എ ഡാഷിൻ്റെയും ബി ഡാഷിൻ്റെയും യൂണിയൻ കണ്ടുപിടിക്കുന്നു. ഇത് രണ്ടോടെ ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്കറിയാം ഏത് വരും? 1 2 3 4 5 7 9 10 11 12 എന്ന് കിട്ടും. നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ രണ്ട് സെറ്റ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ രണ്ട് സെറ്റ് തമ്മിൽ എന്തെങ്കിലും ബന്ധം? ഇത് രണ്ട് ഈക്വലാണ്. എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയാം. ഇവിടെ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറയുമ്പോൾ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ രണ്ട് റിസൾട്ട് നമുക്ക്, ഇതിന് നമ്മൾ പറയാം ഡി മോർഗൻസ് ലോ എന്ന് പറയാം. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. ദെൻ അടുത്തൊരു കാര്യം, ഞാൻ എ ഡാഷ് ഇതാണ്, ഇതിന് വീണ്ടും ഒരു ഡാഷ് കണ്ടുപിടിക്കുക. എ ഡാഷ് ദ ഹോൾ ഡാഷ് എന്ന് വെച്ചാൽ ഡബിൾ ഡാഷ് എന്ന് ഉദ്ദേശിക്കും. ഇപ്പോൾ എ ഡാഷ് ഇതാണെങ്കിൽ വീണ്ടും എ ഡാഷിൻ്റെ ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും? അതായത് എ ഡാഷിലില്ലാത്ത യുവിലെ എലമെൻറ്റ്സ്, അത് എ തന്നെ ആയിരിക്കും. ശരിയില്ലയോ? എ ഡാഷിലില്ലാത്ത യുവിലെ എലമെൻറ്റ്സ് ആണ് അതിൻ്റെ എ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം 2 4 6 8 എന്ന് പറയാം. ഇതിലില്ലാത്ത യുവിലെ എലമെൻറ്റ്സ് ഇതാണ്, ഇതിനെ നമ്മൾ എ എന്ന് പറയാം, ഇല്ലയോ? അപ്പോൾ ഇതിനെ നമ്മൾ ഡബിൾ കോംപ്ലിമെൻ്റ് ലോ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എ ഡാഷ് ദ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ഇനിയും നമുക്ക് എടുക്കാം. അപ്പം ഈ 5 ഡാഷ് എന്ന് പറയുമ്പോൾ ഫൈലില്ലാത്ത യുവിലെ എലമെൻറ്റ്സ്, അത് യു ആയിരിക്കും. അതുപോലെ യു ഡാഷ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. യു ഡാഷ് എന്ന് പറയുമ്പോൾ യുവിലില്ലാത്ത യുവിലെ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് റിസൾട്ട് പറയാം. ഞാൻ അതിൻ്റെ റിസൾട്ട് പറയുകയാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റ്സ്. ഒന്നാമത് പറയാം കോംപ്ലിമെൻ്റ് ലോസ്, നമ്മൾ കണ്ട കാര്യമാണ്. ഒന്നാമത്തെ എ യൂണിയൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു യു ആണ്. എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട, ഒരു സെറ്റിൻ്റെയും അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെയും യൂണിയൻ എടുത്താൽ അത് യു ആയിരിക്കും. ഇൻ്റർസെക്ഷൻ എടുത്താൽ 5 ആയിരിക്കും. അതുപോലെ ഡി മോർഗൻസ് തിയറം ഞാൻ പറഞ്ഞു. ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ എ ഡാഷ് ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ. പിന്നെ ലോ ഓഫ് എം ഡി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിൻ്റെ പ്രോബ്ലം നോക്കാം. ലെറ്റ് യു ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 3 4 5. ഇത് ഓരോ നമ്മൾ കോംപ്ലിമെൻ്റ് ആയാലും യൂണിയൻ ആയാലും പഠിച്ച് അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. ഇപ്പോൾ ഇവിടെ എ ഡാഷ് ബി ഡാഷ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എ യൂണിയൻ ബി, ഹെൻസ് ഷോ ദാറ്റ് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അപ്പോൾ ആദ്യം ഓരോന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. എന്നിട്ട് എ ഡാഷ് കണ്ടുപിടിക്കുന്നു. എ ഡാഷ് എന്ന് പറയുന്നത് എയിലില്ലാത്ത യുവിലെ എലമെൻറ്റ്സ് നമുക്ക് എഴുതാനറിയാം. അതുപോലെ ബി ഡാഷ് എന്ന് പറയുമ്പോൾ ബിയിലില്ലാത്ത യുവിലെ എലമെൻറ്റ്സ് 3 4 5 ഒഴിച്ച് ബാക്കിയെല്ലാം 1 2 6 ഇവിടെ വരും. ബി ഡാഷ് എന്ന് പറയാം. പിന്നെ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്, ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് 1 6 ആണ്, അത് നമുക്കറിയാം. ഇനി എ യൂണിയൻ ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് 1 2 ഇത് രണ്ടിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് 2 3 4 5 ആണ്. ശരിയല്ലേ?
പിന്നെ അതിന് ഇത്രയും നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഹെൻസ് ഷോ ദാറ്റ് എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് ഷോ ചെയ്യാനാണ് പറഞ്ഞത്. ഈ ഹെൻസ് ഷോ ദാറ്റിൻ്റെ ഡെഡ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഇത് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുവച്ചിട്ട് അത് ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയോട് ചെയ്താൽ മതി. ഇത് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഉണ്ട്. നമുക്ക് ഇനി എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് കണ്ടുപിടിച്ചാൽ മതി. എ യൂണിയൻ ബി ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ എ യൂണിയൻ ബിയിലില്ലാത്ത യുവിലെ എലമെൻറ്റ്സ് അത് 1 6 1 അങ്ങനെ പറഞ്ഞുകൂടായോ? ഇനി നോക്കിയേ, ഇത് രണ്ടും സെയിം നോക്കിയേ, ഹെൻസ് ഷോ ദാറ്റ് എന്നല്ലയോ? എന്ത് ചെയ്യുക? എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് പറയാം എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയാം. കാരണം ഇത് രണ്ടുമാണ്. ശരിയില്ലയോ? അപ്പോൾ അങ്ങനെ തെളിയിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഹെൻസ് ഷോ ദാറ്റ് അല്ലെങ്കിൽ റെഡ്യൂസ് എന്നൊക്കെ പറയുന്നത് മുകളിൽ ഉപയോഗിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. അടുത്തൊരു പ്രോബ്ലം ശ്രദ്ധിക്കുക. ഡ്രോ അപ്രോപ്രിയേറ്റ് വെൻ ഡയഗ്രാം ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ്, രണ്ടാമത്തെ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്, മൂന്നാമത്തെ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ്, എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അപ്പോൾ ആദ്യം വെൻ ഡയഗ്രാം, ഇതിൻ്റെ വെൻ ഡയഗ്രാം വരയ്ക്കും. അപ്പം വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് യു ആണ്. യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. അതിനുശേഷം ഞാൻ എ വരയ്ക്കുന്നു, ബി വരയ്ക്കുന്നു. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിന് എ എന്നും ഇതിന് ബി എന്നും പറയാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഈ എയും ബിയുടെ ഒരുമിച്ചിരിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അതിനെ നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയാം. ശരിയില്ലയോ? എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഇതാണല്ലോ. അപ്പോൾ എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പാർട്ടിനെ നമുക്ക് എന്താ പറയാം? എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറയാം. ശരിയില്ലയോ? എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഇതാണ്. അത് മനസ്സിലാക്കുക. നമുക്ക് എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം ഓർമ്മ വേണം. എ യൂണിയൻ ബി എന്ന് പറയുന്നത് നമുക്ക് എയും ബിയുടെ ഒരുമിച്ച് വരുന്നതാണ്. ആ പോർഷൻ വെച്ച് ബാക്കിയെല്ലാം യുവിലെ ആ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഈ പോർഷനെയാണ് നമ്മൾ എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. അടുത്ത് നമുക്ക് പറയുമ്പം യു എടുക്കുന്നു. അടുത്ത എ എന്ന് പറയുന്ന ഈ സെറ്റ് എടുക്കുന്നു. അത് ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഇത് എ ആയാൽ നമുക്കറിയാം, ഇത് എ ആയാൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. യുവിലെ എ ഒഴിച്ചുള്ള പാർട്ടിനെയാണ് നമ്മൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ശരിയില്ലയോ? ഇനി ഇത് ബി ആയാലോ? ഈ ബി ഒഴിച്ച് ബാക്കിയുള്ള പാർട്ടിനെയാണ് നമ്മൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ശരിയില്ല? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ്. എ ഡാഷിൻ്റെയും ബി ഡാഷിൻ്റെയും കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. എ ഡാഷിൻ്റെയും ബി ഡാഷിൻ്റെയും ഇൻ്റർസെക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബി ഈ എ ഒഴിച്ച് ബാക്കിയെല്ലാമാണ് എ ഡാഷ് എന്ന് പറയുന്നത്. ബി ഡാഷ് എന്ന് പറയുന്നത് ബി ഒഴിച്ച് ബാക്കിയുള്ളതാണ്. ഇല്ലേ? അപ്പോൾ ബി ഒഴിച്ച് ബാക്കിയുള്ള ഏതാണ്? ഈ ബി ഒഴിച്ച് ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ഈ എയുടെ ഈ ബാക്കി പോർഷനും കൂടെ വരും. പക്ഷേ ഇത് രണ്ട് ഇൻ്റർസെക്ഷൻ വരുമ്പോൾ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പാർട്ട് മാത്രമേ വരത്തുള്ളൂ. ഓർമ്മ വേണം. ഇത് ഒന്നുകൂടെ പറയാം. എ ഡാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് എ ആണെങ്കിൽ എൻ്റെ എ ഡാഷ് എന്ന് പറയുമ്പം ഈ എ ഒഴിച്ച് ബാക്കിയുള്ള പാർട്ടിനെയാണ് നമ്മൾ എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പം ബി വരുവാണെങ്കിൽ ആ സർക്കിൾ, ബിയുടെ സർക്കിള് ഒഴിച്ച് ബാക്കിയെല്ലാം ബി ഡാഷാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇതും ഷെയ്ഡ് ചെയ്യണം. ഇതിൻ്റെ ഇത്രയും പാർട്ടും ഷെയ്ഡ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ഇൻ്റർസെക്ഷൻ പറയുമ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇത് ഒഴിച്ചിട്ടായിരിക്കും. ഈ സർക്കിളും ഈ സർക്കിളൂടെ ഒഴിച്ചുള്ള ബാക്കിയുള്ള ഭാഗത്തെയാണ് നമുക്കെന്ത് പറയാം? എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയാം. അത് എ ഡാഷ് എന്ന് പറയുമ്പോൾ ഇതൊഴിച്ച് ബാക്കിയല്ല, ബി ഡാഷ് എന്ന് പറയുമ്പോൾ ഇതൊഴിച്ച് ബാക്കിയല്ല. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതിനെയാണ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് രണ്ട് സെയിമാ? ഇല്ലയോ? വേണമെങ്കിൽ നമുക്ക് ഡിമോർഗൻസ് തിയറം തന്നെയാണ് ഈ പറഞ്ഞേക്കുന്നത്. വെൻ ഡയഗ്രാം ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറയാം. നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വന്നൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ മൂന്നാമത്തെ പാർട്ട് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ആണ്. ഇത് എ, ഇത് യു ആണ്. ഇത് എ, ഇത് ബി, ഇതിൻ്റെ ഇൻ്റർസെക്ഷനാണെന്ന് പറയാം. ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് നമുക്ക് പറയാം. ശരിയില്ലേ? ഈ പാർട്ടിനെ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയാം. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇൻ്റർസെക്ഷൻ്റെ പഠിച്ചപ്പോൾ അതിൻ്റെ വെൻ ഡയഗ്രാം ഒക്കെയാണ്.
നമുക്ക് വേണ്ടത് എ ഇൻ്റർസെക്ഷൻ ബിയിൽ കോംപ്ലിമെൻ്റ് ആണ് വേണ്ടത്. പക്ഷേ എ ഇൻ്റർസെക്ഷൻ ബിയിലില്ലാത്ത യുയിലെ എലമെൻറ്റ്സ്, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഇതില്ലയോ, അതിലില്ലാത്ത യുയിലെ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം വരും ഇല്ലയോ, ഇതൊഴിച്ച് ബാക്കിയെല്ലാം വരും ഇല്ലയോ. ഇതെല്ലാം ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് എന്താ പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറയാം. അപ്പം ഓർമ്മ വേണം, എ ഇൻ്റർസെക്ഷൻ ബി ഇതാണ്. ആ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഇല്ലാത്ത ബാക്കി യുയിലെ എലമെൻറ്റ്സ്. അപ്പോൾ എയുടെ ഈ പാർട്ടും വരും, ബിയുടെ ഈ പാർട്ടും വരും, ബാക്കി യുയിലെ ഈ പാർട്ടും എല്ലാം ഉൾപ്പെടുന്നതായിരിക്കും എന്ന് പറയാം. അടുത്ത നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. നോക്കാം, ഇത് എ ആണ്. അതിൻ്റെ എ ഡാഷ് ഇതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ, ഇത് എ ആണെങ്കിൽ ഇതെന്തായിരിക്കും എ ഡാഷ് ആണ്. ഇനി ഇത് ബി ആണെങ്കിൽ ഇതിന് ബി ഡാഷ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ഈ ബി ഒഴിച്ച് ബാക്കിയുള്ളതാണ്. അപ്പോൾ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇതിന് കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഉണ്ട് ഇവിടെ ഇല്ല, ഇത് കോമൺ ആയിട്ട് വരുന്ന പോർഷനാണ്. അപ്പോൾ ഇത് എ ഒഴിച്ച് ബാക്കിയെല്ലാം എ ഡാഷ് ഇവിടെ വരും, ബി ഒഴിച്ച് ഇല്ലയോ, ബി ഒഴിച്ചുള്ള ബാക്കിയുള്ള പാർട്ട് ഇതുൾപ്പെടെ ബി ഡാഷിൽ വരും. വരാത്ത പാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പാർട്ടേ അതിനകത്ത് വരത്തുള്ളൂ. അപ്പം ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതും ഷെയ്ഡ് ചെയ്യാം, ഇതും ഷെയ്ഡ് ചെയ്യാം, ഈ കോമൺ പോർഷൻ മാത്രമേ വരായിരിക്കും. ഇതിനാണ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറയുന്നത്. എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാം, ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷനെയാണ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന്. ഇത് നോക്കി നമുക്ക് പറയാൻ പറ്റും ഇത് രണ്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇത് രണ്ടും എന്താണ്, സെയിം ആണ്. സെയിം അല്ലയോ, ഇത് രണ്ടും സെയിം ആണ്. അപ്പം നമുക്ക് ഡി മോർഗൻസ് തിയറം ഉപയോഗിച്ച് ഈ ഡി മോർഗൻസ് തിയറം വെൻ ഡയഗ്രം ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറയാൻ നമുക്കിത് ചെയ്യാം. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ അസൈൻമെൻ്റ് ആണ്. അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റിലെ എല്ലാ അസൈൻമെൻറ്റും ഉണ്ട്, അത് കൂടാതെ അസൈൻമെൻറ്റും ഉണ്ട്. അപ്പോൾ അത് 2 സെറ്റായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, ഇതിനകത്ത് സംശയങ്ങൾ വരുന്നൊന്നുമില്ല. ഇത് ശ്രദ്ധിക്കുക, ഇത് എയും ബി ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ n of a is equal to 4 ആണ്, n of b is equal to 2 ആണ്, n of u is equal to 8 ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഇത് ഓരോന്നും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഡിസ്ജോയിൻറ്റ് സെറ്റ് ആകുമ്പോൾ a മൈനസ് ബി എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കും, അത് ഓർമ്മ വേണം. അതുപോലെ എ ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. എ ഡാഷിൻ്റെ എലിമെൻസിൻ്റെ എണ്ണം ഇപ്പോൾ u8 ആണെങ്കിൽ a4 ആണെങ്കിൽ എ ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ u മൈനസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ 8 - 4 ആയിരിക്കും അത്. അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ പറ്റും. എ ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് നമുക്കറിയാം, അത് ഞാൻ പറയുന്നില്ല. അതുപോലെ n of u മൈനസ് n of b ഡാഷ്, n of b നമുക്കിവിടെ ബി ഡാഷ് ഇവിടെ കണ്ടുപിടിക്കാം. അതിൽ നിന്നും n of u 8 ആണ്, അതിൽ നിന്നും ഈ n of b ഡാഷ് കുറച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. അത് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ ഈ തന്നിരിക്കുന്ന ഒരു വെൻ ഡയഗ്രമാണ്, അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതുക. എയും ബിയും യു തന്നിട്ടുണ്ട് 1 മുതൽ 13 വരെയാണ്, അതിനെ യു എയും ബി എഴുതുക. പിന്നെ ഇത് നമ്മളുടെ ഡി മോർഗൻസ് തിയറം ഇത് വെരിഫൈ ചെയ്യുക. പിന്നെ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് ഇത് 2 സെറ്റാണ്. ഇത് എ എന്ന് പറയുന്നത് ഇതും ബി എന്ന് പറയുന്നത് ഇതാണ്, യു എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ യു എന്ന് പറയുന്നത് നമുക്ക് 0 മുതൽ 6 വരെയാണ്, ഇവിടെ 1 മുതൽ 4 വരെയാണ്, ഇവിടെ നമുക്കറിയാം പ്രൈം നമ്പർ <5 എന്ന് പറയുമ്പോൾ 2ഉം 3ഉം ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്താ ഈ എ റോസ്റ്റർ ഫോം എഴുതണം. പിന്നെ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എന്ന് വെച്ചാൽ എ മൈനസ് ബിയും കണ്ടുപിടിക്കണം, ബി മൈനസ് എയും കണ്ടുപിടിക്കണം, അതിൻ്റെ യൂണിയൻ കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ ഡി മോർഗൻസ് തിയറം പ്രൂവ് ചെയ്യണം. അതുപോലെ അടുത്ത പ്രോബ്ലം ഇതാണ്. സെറ്റ് ഈ എ എന്ന് പറയുമ്പോൾ സെറ്റ് എ ആണ്, ബി എന്ന് പറയുമ്പോൾ സെറ്റ് 1 2, സി എന്ന് പറയുമ്പോൾ സെറ്റ് 1 3, യു എന്ന് പറയുമ്പോൾ സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3 1 2 3. ദെൻ ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം, ബി ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിക്കണം. പിന്നെ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ദ ഹോൾ ഡാഷ്, അതിൽ എലമെൻറ്റ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. അത് നല്ലൊരു പ്രോബ്ലമാണ്, ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കോംപ്ലിമെൻറ്റും അതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട പ്രോബ്ലവുമാണ്. വെൻ ഡയഗ്രം ഉപയോഗിച്ച് ഡി മോർഗൻസ് തിയറം പ്രൂവ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.